ലോകവിപണിയിലെയും ഇന്ത്യയിലെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് വ്യത്യസ്തമായ രീതികളാണുള്ളത്. പ്രധാനമായും ആഗോളതലത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷനാണ്. ലോകത്തിലെ വലിയ ബാങ്കുകളും സ്വർണ്ണ വ്യാപാരികളും ചേർന്നാണ് ലണ്ടൻ വിപണിയിലെ വില നിശ്ചയിക്കുന്നത്. ഇതാണ് ലോകമെമ്പാടുമുള്ള സ്വർണ്ണവിലയുടെ അടിസ്ഥാനം. ഇന്ത്യയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഒരു സർക്കാർ ഏജൻസിയല്ല, പകരം പ്രധാനമായും ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലറി അസോസിയേഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വില, രൂപയുടെ മൂല്യം, ഡോളറുമായുള്ള വിനിമയ നിരക്ക്, ഇറക്കുമതി, തീരുവ എന്നിവ കണക്കിലെടുത്താണ് ഇന്ത്യയിലെ അടിസ്ഥാന വില തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം വില പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ സാധാരണയായി ഓൾ കേരള ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. മുകളിൽ പറഞ്ഞ അന്താരാഷ്ട്ര ദേശീയ വിലകൾക്കൊപ്പം കേരളത്തിലെ വിപണി സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇവിടുത്തെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിലെ ഓരോ ജില്ലകളിലും ചെറിയ വില വ്യത്യാസം കാണുന്നത്. ഡോളറിൻ്റെ മൂല്യം കരുത്താർജിക്കുമ്പോൾ സാധാരണയായി സ്വർണ്ണവില കുറയാറുണ്ട്. ഇന്ത്യയിലെ RBI പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം സ്വർണ്ണവിലയെ ബാധിക്കും. യുദ്ധങ്ങൾ, രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുകയും വില ഉയരുകയും ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യം അമേരിക്കയാണ്. ഏകദേശം 8133 ടൺ സ്വർണമാണ് അവരുടെ പക്കലുള്ളത്. നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങളിൽ ടണ്ണ് കണക്കിന് സ്വർണം കലർന്നു കിടക്കുന്നുണ്ട്. എന്നാൽ ഇത് വേർതിരിച്ചെടുക്കാനുള്ള ചിലവ് സ്വർണത്തിൻ്റെ വിലയേക്കാൾ കൂടുതലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ വീടുകളിൽ മാത്രം ഏകദേശം 25,000 ടണ്ണിലധികം സ്വർണം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്.